മാടവനപ്പള്ളിയിൽ ആഗ്നസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവിടെ നാവിൽ അപ്പം യേശുവിന്റെ യഥാർത്ഥ ശരീരമായി മാറിയ സംഭവം വിവിധ മാധ്യമങ്ങളിലൂടെ എനിക്ക് വായിച്ചറിയുവാൻ ഇടയായി. ഇത് ഒരു വലിയ അത്ഭുതമായിട്ട് പലരും കാണുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതവും അടയാളവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാനയാണ്. അതായത് ഗോതമ്പപ്പം അഥവാ മുന്തിരിച്ചാറ് യേശുക്രിസ്തുവിന്റെ തന്നെ ശരീരവും രക്തവുമാകുന്ന അസാധാരണമായ സംഭവം അഥവാ അഭൗമികമായ അതിസ്വാഭാവികമായ സംഭവമാണ് അത്ഭുതം, മിറക്കിൾ എന്ന് പറയുന്നത്. ഇത് അനുദിനം അൽത്താരയിൽ നടക്കുന്ന അത്ഭുതമാണ്. വിശ്വാസത്തിന്റെ കണ്ണിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. ബുദ്ധി കൊണ്ട് ഗ്രാഹ്യമല്ല. ദിവ്യ രഹസ്യങ്ങൾ ഇതൊരു രഹസ്യമാണ് എന്ന് നമ്മൾ പറയും. മിസ്റ്ററി ആണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാൻ കർത്താവ് അടയാളങ്ങൾ നൽകുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്രകാരമുള്ള അടയാളങ്ങൾ പലയിടത്തും സംഭവിച്ചു. കേരളത്തിൽ തന്നെ നമുക്കറിയാം, കുഞ്ചിക്കോട്ട് റാണിച്ചേച്ചിക്ക് കുർബാന സ്വീകരിച്ചപ്പോൾ ഇപ്രകാരം അനുഭവം ഉണ്ടായി. നമുക്കറിയാം ലോകത്തിൽ 5000-6000-ഓളം ഇപ്രകാരം അടയാളങ്ങൾ സംഭവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 153 സത്യമാണ് എന്ന് ഒഥന്റിക് ആണെന്ന് തിരുസഭ പരിശോധിച്ച് അറിഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ലൻഷ്യാനോയിലെ സംഭവം, അടുത്തൊരു നാളില് മെക്സിക്കോയില് അല്ലെങ്കിൽ അർജന്റീനയില് പോളണ്ടിലൊക്കെ സംഭവിച്ചു. ഇതിൽ പലതും കാണുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമുക്കറിയാം ശാസ്ത്രം തന്നെ തെളിയിച്ചു യേശുവിന്റെ ശരീരം ആണ് എന്ന്. അത് ശരീരമെന്നല്ല, ഈശോയുടെ ഹൃദയത്തിന്റെ പേശികളാണെന്ന് നമുക്കറിയാം. ഈ 153 അത്ഭുതങ്ങൾ നടന്നപ്പോൾ അഥവാ അടയാളങ്ങൾ സംഭവിച്ചപ്പോൾ അവയെല്ലാം ശാസ്ത്രജ്ഞന്മാരെ ഏൽപ്പിച്ചു പരിശോധനയ്ക്കായിട്ട്. അവർ പരിശോധിച്ച ശേഷം ബിഷപ്പ്മാരോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഹൗ കുഡ് യു ഗെറ്റ് cardiac tissue of a man dying in agony? It is criminal. അതായത് വേദന സഹിച്ച് പടഞ്ഞു മരിക്കുന്ന ഒരു പുരുഷന്റെ ഹൃദയത്തിന്റെ പേശി നിങ്ങൾക്ക് എവിടെ കിട്ടി? അത് കുറ്റകരമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ അത് കോരിത്തരിക്കും വിശ്വാസത്തിൽ. കാരണം അനുദിനം ദിവബലിയില് വൈദികൻ ആരുമാകട്ടെ, പാപിയായിരിക്കട്ടെ, വയസ്സനായിരിക്കട്ടെ, ചെറുപ്പക്കാരനായിരിക്കട്ടെ, ഏതെങ്കിലും പ്രത്യേക രീതിയിൽപ്പെട്ടതായിരിക്കട്ടെ, ആ ആളിനെ ആശ്രയിച്ചല്ല, ആളിന്റെ പ്രത്യേക വിശുദ്ധിയെ ആശ്രയിച്ചല്ല, റീത്ത് ആശ്രയിച്ചല്ല, അർപ്പിക്കുന്ന രീതി അനുസരിച്ചല്ല, പിന്നെയോ കർത്താവിന്റെ വചനം അവിടെ പ്രഘോഷിക്കുന്നതും ആത്മാവ് ആ വചനത്തിലൂടെ ആ അത്ഭുതം പ്രവർത്തിക്കുന്നതും. ഇത് എന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകുന്നു. അത് കർത്താവിന്റെ വചനമാണ്, വൈദികന്റേതല്ല. അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ അത്ഭുതം ചെയ്യുന്നു. ബുദ്ധിക്ക് അഗ്രാഹ്യം. ഇത് മനസ്സിലാക്കി തരുവാൻ കർത്താവ് അടയാളങ്ങൾ തരുന്നു. അതിൽ ഒരു അടയാളമാണ് ഇപ്പോൾ സംഭവിച്ചത് മാടവനയിൽ. അതായത് ഇത് ഓരോ ദിവ്യബലിയിലും സംഭവിക്കുന്നത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തവർക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ കാണിച്ചു കൊടുക്കുകയാണ്. അടുത്തവരുടെ നമുക്കറിയാം, നമ്മുടെ കേരളക്കരയിൽ ഒത്തിരി വിശ്വാസത്യാഗം നടന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുള്ള അവഗണന, വിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കുക, വിശ്വാസക്കുറവ് ഒക്കെ സംഭവിച്ചു. അതിന്റെ ഫലമായിട്ട് കർത്താവ് തിരിച്ചു കൊണ്ടുവരാനായിട്ട്, വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അടയാളം പ്രവർത്തിച്ചതാണ് ഇത് എന്ന് ഞാൻ പറയും. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6:55 എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്, സംശയിക്കരുതേ. മാത്രമല്ല, അവിടുത്തെ ശരീരമല്ല, ഹൃദയമാണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. സ്നേഹം, ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം പ്രകടമാക്കപ്പെട്ടത് കാൽവരി കുരിശിൽ അവിടുന്ന് ഹൃദയം പിളർന്നപ്പോഴാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ ഓരോ ദിവ്യബലിയിലും ഈശോ ചങ്ക് പൊട്ടിച്ച് നമുക്ക് തരുകയാണ്. പൗലോസ് അപ്പോസ്തലൻ
ഒന്ന് കൊറിന്തോസ് 11:26 പറയുന്നുണ്ട്, ഓരോ ദീപബലിയും കർത്താവിന്റെ കാൽവരിയിലെ യാഗമാണ് എന്ന്. അതായത് ഓരോ ബലിയും കർത്താവ് ചങ്ക് പൊട്ടിച്ച് ആ ചങ്കിൽ കൂടി ഒഴുകുന്ന ചോരയും നമുക്ക് തരികയാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. മനസ്സിലാക്കത്തില്ല. ഇപ്പോൾ നോക്കൂ ആഗ്നസിന്റെ വായിൽ സംഭവിച്ചത്. ഇതാണ് നിങ്ങളുടെ വായിലും ഓരോ ദിവസവും സംഭവിക്കുന്നത്. എന്റെ വായിലും സംഭവിക്കുന്നത് അതാണ്. നമുക്ക് മക്കളെ വിശ്വാസത്തിൽ വളരാം. നമുക്ക് ഈശോയുടെ രക്തം തന്നെ ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചു. യേശു രക്തത്തിന്റെ കണികകൾ ഉണ്ടായിരുന്ന 3 വസ്ത്രങ്ങൾ ഇട്ടാണ് അത് പരലോകത്തിലേക്ക് പോയത്. നമുക്കെല്ലാം അറിയാം. ടൂറിലെ കച്ച, അതുപോലെ സ്പെയിനിലെ ഒവിയോയിലോയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ തലയിൽ ചുറ്റിയിരുന്ന വസ്ത്രം, അതുപോലെ തന്നെ വെറോനിക്ക ഒപ്പിയെടുത്ത കർത്താവിന്റെ മുഖത്തിന്റെ അടയാളം ഉള്ള തുവാല, ഇത് 3ഉം ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിച്ച ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഈശോയുടെ ബ്ലഡ് ഗ്രൂപ്പ്, രക്തഗ്രൂപ്പ് AB പോസിറ്റീവാണെന്ന്. എവിടെയെല്ലാം വിശുദ്ധ കുർബാനയുടെ അടയാളങ്ങൾ നടന്നുപോകും, അത്ഭുതമെന്ന് നമ്മൾ പറയുന്നു, അടയാളങ്ങൾ നടന്നുപോകും, അവിടെയെല്ലാം ആ രക്തം പരിശോധിച്ച ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് AB പോസിറ്റീവാണ് എന്നാണ്. പ്രിയമക്കളെ, നമുക്ക് വിശ്വസിക്കാം. അത് കണ്ടുകൊണ്ട്, നമ്മുടെ നഗ്ന കണ്ടുകൊണ്ട് നമ്മൾ കാണുന്നില്ല എങ്കിലും ആത്മീയ കണ്ണുകൾ തുറന്നുകൊണ്ട് ഈ രഹസ്യം നമുക്ക് മനസ്സിലാക്കാം. അതായിരിക്കട്ടെ ഈ മാടവനയിൽ നടന്ന സംഭവം നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളെ അത്ഭുത സ്തബ്ധരാക്കുന്നതും. നിശ്ചയമായിട്ടും വലിയൊരു സംഭവമാണ് നടന്നത്. അത് ആജ്ഞയുടെ വിശുദ്ധി കൊണ്ടോ വികാരിച്ചന്റെ വിശുദ്ധി കൊണ്ടോ ആ വീട്ടുകാരുടെ വിശുദ്ധി കൊണ്ടോ സംഭവിച്ചാണെന്ന് വിശ്വസിക്കരുത്. കർത്താവിന്റെ അതിവിശുദ്ധി പ്രകടമാക്കി, കർത്താവിന്റെ അതിസ്നേഹം, വലിയ സ്നേഹം പ്രകടമാക്കുന്നു. അതാണ് ഓരോ അൽത്താരയിൽ നടക്കുന്നത്. ഏത് വൈദികനിലൂടെ, ഏത് രീതിയിൽ അർപ്പിക്കുന്ന ബലിയിലും. ഞാൻ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ സ്നേഹവും ഭക്തിയും നിങ്ങളിൽ ആഴമാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.